ഈ ഒരു വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. ഞാൻ മിനി പിസ്സയുടെ വീഡിയോ പോസ്റ്റ് ചെയ്ത ടൈമിൽ അതിൽ ഹോം മെയ്ഡ് പിസ്സ സോസ് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് ആ ഒരു ഹോം മെയ്ഡ് പിസ്സ സോസിൻ്റെ റെസിപ്പി ചോദിച്ചതാട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്ത നല്ല ഒരു റെഡ് കളറോട് കൂടിയിട്ടുള്ള തക്കാളിനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല കളറ് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഈ തക്കാളി നമുക്ക് ഇതിൻ്റെ പുറമെയുള്ള ആ ഒരു സ്കിന്നുണ്ടല്ലോ, ആ തൊലി ഉണ്ടല്ലോ, അതൊന്ന് അങ്ങ് ഒഴിവാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ തൊലി ഒന്ന് നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ അങ്ങനെ വരഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് നമ്മൾ ഉള്ളിലോട്ട് വല്ലാണ്ട് തട്ടിക്കാണ്ട് ഇങ്ങനെ പുറമെ ജസ്റ്റ് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. ഇതാ ഈ ഒരു രീതിയിലിട്ട് ഒരു 4 എണ്ണം ആക്കിയിട്ടാണ് ഞാനിന്ന് വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനിതോടെ വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിളപ്പിച്ച് വരുന്ന വെള്ളത്തിലോട്ട് നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്നങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും തന്നെ അതിൻ്റെ സ്കിന്നൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ അടർന്നിട്ട് ഇങ്ങനെ പോരുക. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി അതിൽ നിന്ന് നമുക്ക് ഈ തക്കാളി ഇതുപോലെ അങ്ങ് കോരിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ആ വെള്ളത്തിൽ നിന്ന് അങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് തണുത്ത് വന്നതിന് ശേഷം എടുത്ത് കളയാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് എടുത്ത് കളയാം. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്കിന്നൊക്കെ അതുപോലെ അങ്ങ് വേറിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ അങ്ങ് അടർത്തിയിട്ട് അങ്ങ് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഫുള്ള് ഇതുപോലെ അങ്ങ് ഒഴിവാക്കിയെടുക്കാം. എല്ലാം സ്കിൻ ഇതുപോലെ അങ്ങ് മാറ്റിയെടുക്കണേ. സ്കിന്നൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു നെട്ടി ഭാഗം ഉണ്ടാവുമല്ലോ, അതൊന്നങ്ങ് ഒഴിവാക്കി എടുക്കട്ടെ. ഇതുപോലെ ഈ ഒരു നെട്ടിയുടെ ഭാഗം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. ഇപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളിതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണേ. അപ്പോൾ ഞാൻ ഇവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാനുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇതുപോലെ തന്നെ അങ്ങ് അടിച്ചെടുത്താൽ മതിയേ. ഇപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചൂടാക്കിയതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൽ നിന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയിട്ട് എടുക്കണേ. ഇപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ രീതിയിലാക്കി എടുക്കണേ. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇട്ട് കൊടുക്കണ്ടാവും. അതും നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണേ. ഒട്ടും നമുക്കതിനെ കടിക്കാൻ കിട്ടാത്ത രീതിയിൽ നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതുപോലെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മളൊന്ന് ആക്കിയിട്ട് എടുക്കാൻ. ഇനി അതിലേക്ക് നമുക്ക് അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു തക്കാളിയുടെ പൾപ്പങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് കലക്കിയിട്ട് അതും കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് ഒറിഗാനോ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് കേട്ടോ. ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് ഞാൻ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കുറച്ച് ടൈം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തിളച്ച് വരുന്നതോട് കൂടിയിട്ട് നമുക്കിനി ഫ്ലെയിം അങ്ങ് സിമ്മിലോട്ട് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും തന്നെ നന്നായിട്ടിത് കുക്കായിട്ട് കിട്ടുക. ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം സിമ്മിലാക്കിയിട്ടാണ്. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നന്നായിട്ട് കുറുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിട്ട് വരും കേട്ടോ. നല്ല പോലെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു ടൈമിൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണ് ചില്ലി സോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ഞാൻ ടൊമാറ്റോ സോസും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക്
ഒരു ടീസ്പൂണ് പഞ്ചസാര കേട്ടോ, കൂടുതലായിട്ട് വേണ്ട. ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഈ ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഉപ്പ് അങ്ങനെ എന്തെങ്കിലും കമ്മി ഉണ്ടോ എന്ന് ഈ ടൈമിൽ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി 1-2 മിനിറ്റ് അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്ക് തണുത്ത് വരുമ്പോഴേക്കിനും ഒന്നും കൂടെ അങ്ങ് തിക്കായിട്ട് വരും കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പിസ്സയുടെ സോസാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.